ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ശിഷ്ടമായി ലഭിക്കുന്നു. അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ലഭിക്കുന്ന ശിഷ്ടം കാണുക. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ് കിട്ടുന്നത്? 8. അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എന്തായിരിക്കും? ഇപ്പോൾ ചോദ്യം നമുക്ക് ചുരുക്കി ഇങ്ങനെ എഴുതാം. ഒരു സംഖ്യ നമുക്കറിയില്ല, ആ സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുകയാണ്. സംഖ്യ ഹരിക്കണം 10 ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? ശിഷ്ടം നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ്. ഒരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 8. ഇനി എന്താ? അതേ സംഖ്യയെ, അപ്പോൾ അതേ സംഖ്യ തന്നെയാണ്, സംഖ്യ മാറിയിട്ടില്ല. അതേ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുക. 5 കൊണ്ട് ഹരിക്കുമ്പോൾ കാണേണ്ടത് എന്താ? ശിഷ്ടം. അപ്പോഴത്തെ ശിഷ്ടമാണ് നമുക്ക് കാണേണ്ടത്. ഈ 10ൻ്റെ ഘടകമാണ് 5, 10ൻ്റെ ഫാക്ടറാണ് 5. അപ്പോൾ ഈ കണക്ക് ചെയ്യേണ്ട രീതി, ആദ്യത്തെ ശിഷ്ടം എടുക്കുക. ഇതിൽ ആദ്യം ഒരു ശിഷ്ടം തന്നിട്ടുണ്ട്, അടുത്ത ശിഷ്ടം കാണണം. അപ്പോൾ ഈ ആദ്യത്തെ ശിഷ്ടം എടുക്കുക. എത്രയാണ്? 8. അതിനെ രണ്ടാമത് ഹരിക്കുന്ന സംഖ്യ ഏതാ? രണ്ടാമത് ഹരിക്കുന്ന സംഖ്യ, ആദ്യം ഹരിക്കുന്ന സംഖ്യ 10, അടുത്ത ഹരിക്കുന്ന സംഖ്യ 5. 5 കൊണ്ട് ഹരിക്കുക. ആദ്യ ശിഷ്ടത്തെ രണ്ടാമത് ഹരിക്കുന്ന സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഹരണഫലം കണ്ടുപിടിക്കുക. 8ൽ എത്ര 5? ഒരു 5. നമുക്ക് ഇതല്ല ആവശ്യമുള്ളത്. ഒരു 5 കഴിഞ്ഞാൽ ശിഷ്ടം എത്ര വരുന്നുണ്ട്? ശിഷ്ടം ഒരു 5 കഴിഞ്ഞാൽ ശിഷ്ടം 3 വരുന്നുണ്ട്. 5 3 8, ശിഷ്ടം 3. ഇതാണ് നമുക്ക് ആവശ്യമായ ഉത്തരം.